നമസ്കാരം. ഒരു സബ്ജക്റ്റിൻ്റെ സിനോപ്സിസ് പറയാൻ ശ്രമിക്കാം. ലെനിൻ സ്റ്റുഡിയോ. പേര് പോലെ തന്നെ ഒരു ക്യാമറമാൻ്റെ കഥയാണ്, ഫോട്ടോഗ്രാഫർ. കുട്ടനാടാണ് പ്രദേശം. കുട്ടനാട്ടിലൊരു ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അയാൾ കല്യാണത്തിനൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ വള്ളത്തിൽ വരനെ ബധുവിനെ എടുത്തിട്ട് മറ്റൊരു വള്ളത്തിൽ ഇരുന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുക്കുക. അങ്ങനെ വളരെ ലൈവായിട്ട് പിന്നെ ഫോറിനേഴ്സ് വരുമ്പോൾ അവരുടെ ഫോട്ടോസ് എടുക്കുക. ടൂറിസ്റ്റുകൾ ഹൗസ് ബോട്ടുകളിൽ വളരെ ലൈവായിട്ട് ഇടപെടുക ക്യാമറയുമായി. അതിന് അവരെയൊക്കെ കമ്മീഷനെ കൊടുത്തിട്ട് നിലനിർത്തുക. ഇതൊക്കെയാണ് അയാളുടെ ഒരു ലെനിൻ എന്നുള്ള അയാളുടെ സ്വഭാവം. എന്തുകൊണ്ട് ലെനിൻ? അച്ഛൻ പഴയ കമ്മ്യൂണിസ്റ്റാണ്. അത്യാവശ്യം വലിയ വീടൊക്കെ ഉണ്ടായിരുന്നു, വെള്ളയടിച്ച ഒരു പഴയ മാതൃകയിലുള്ള ഒരു ഇരുനില വീട്. ഒക്കെ നഷ്ടപ്പെട്ടു പാർട്ടിക്ക് വേണ്ടിയിട്ട്. അതേ ഇപ്പോഴും ഒരു ഹാർമോണിയം വെച്ചിട്ട് ബലികുടീരങ്ങളെയൊക്കെ പാടിയിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറാണ്. പാർട്ടിക്കാർ നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല, ഒരു കമ്മിറ്റിയിലും ഇല്ല, ഒന്നിനും പോകാറുമില്ല. ഈ വീടൊക്കെ വെച്ചിട്ട് തൊട്ടടുത്തുള്ള വീടിൻ്റെ അപ്സ്റ്റേറിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ലെനിൻ്റെ അച്ഛൻ, അമ്മ, ഒരു അനിയനും ഇതുപോലെ കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പേരോ സ്റ്റാലിനെന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്. അയാൾ വേറെ എന്തോ നല്ല ഇത്ര റൊമാൻറ്റിക് ഒന്നുമില്ല. അയാൾ വേറെ നല്ല ഉപജീവനം തേടി എവിടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ പഠിക്കുന്നു പുറത്തോടെ. ലെനിൻ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു ആക്റ്റീവയിൽ മൊത്തം പച്ചക്കറിയെല്ലാം ഇട്ട് ക്യാമറയും തൂക്കി കുട്ടനാടിൻ്റെ വഴികളിലൂടെയുള്ള യാത്ര ഒരു അയാളുടെ ഒരു വിഷ്വലാണ്. കുട്ടനാടിൽ അയാളെങ്ങനെ ഇഴുകിച്ചേരുന്നു. അവിടെ പിന്നെ വഴിയിലെ ബാർബർ ഷാപ്പുകാരൻ, വള്ളക്കാരൻ, ചുവട്ടുകാരൻ, കയറ് കച്ചവടക്കാർ, ചായക്കടക്കാർ, ജങ്കാറിലെ തൊഴിലാളികൾ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമുള്ളവരാണ്. ഇയാൾ ലെൻസ് വെച്ച് ഇയാൾ ആകപ്പാട് ചെയ്യുന്ന ഒരു കുസൃതി എന്ന് പറയുന്നത്, ഇയാൾ പിന്നെ വാടകയ്ക്ക് താമസിക്കുന്ന അപ്സ്റ്റെയർ അയാളുടെ അച്ഛൻ പാർട്ടിക്ക് വേണ്ടിയും അങ്ങനെ 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 നശിച്ച് വിറ്റ വീടിൻ്റെ തൊട്ടടുത്താണ്. ഈ വീട്ടിലെ ജനാലകളിലേക്കാണ് രാത്രിയിൽ ഈ ജനാലയിൽ നിന്ന് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ അയാൾക്കറിയാം അയാളുടെ ലെനിൻ്റെ ഫോട്ടോ നോക്കിയിട്ടിരുന്ന ആണി, മുറ്റത്ത് അയാൾ ഓണക്കാലത്ത് ഊഞ്ഞാൽ ആടിക്കൊണ്ടിരുന്ന മാവ്, അല്ലെങ്കിൽ ഒരു നെല്ലിമരം, മുറ്റത്ത് പിന്നെ പണ്ട് എൻ്റെ അനിയനോ പെങ്ങളോ മറിഞ്ഞു വീണ സ്റ്റെപ്പ്, അങ്ങനെ എല്ലാ ഓർമ്മകളാണ്, ഒരുപാട് ഓർമ്മകളാണ് ആ വീടുമായി ബന്ധപ്പെട്ട്. ഇന്നില്ല, ആ വീട് അടഞ്ഞു കിടക്കണം. അതിൻ്റെ കെയർ ടേക്കർ ഉണ്ട്, അയ്യോ NRI വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വീട്ടിൽ ആരും വരാനായിട്ട് സമ്മതിക്കില്ല. ഇൻ കേസ് ഒരു ടൂറിസ്റ്റുകൾ വന്നിട്ട് വിദേശികൾ ആ വീട്ടിൽ വരികയാണെങ്കിൽ അന്ന് രാത്രി ഇയാൾ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇയാളുടെ അച്ഛൻ പിന്നെ എൻ്റെ പടം തൂക്കിയിട്ട് അപ്പൂവിൻ്റെ പടം തൂക്കിയിട്ടിരുന്ന ആണിയിൽ അണ്ടർവെയർ തൂക്കിയിടുന്ന കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്തിട്ട് ആ വീട്ടിലെ കെയർ ടേക്കർ വെച്ചിട്ട് വീട് കയറി അങ്ങോട്ട് ആക്രമിക്കല്ല, അങ്ങ് കയറുക. ഹായ് എന്നൊക്കെ വന്നിട്ട് കയറിട്ട് പതുക്കെ ഇതെടുത്തിട്ട് കത്തിച്ചത്. ആ വീട്ടിൽ പിന്നെ ഇവരെന്തൊക്കെ പാചകം ചെയ്യും, അവരെന്തൊക്കെ ആക്ടിവിറ്റീസ് നടത്തും, ഇതെല്ലാം പുള്ളി ഈ ജനാല ഈ ക്യാമറ സൂം ചെയ്ത് കാണും. ഇതല്ലെങ്കിൽ ആ വീട് കാണുന്നതാണ്. പുള്ളി റോൾ ക്യാമറ വെച്ചിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട നേച്ചറല്ല. ആ വീടിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അയാൾ കിടന്ന മുറി, അയാൾ കുളിച്ച ബാത്റൂം എല്ലാം അയാളുടെ ജീവിതം മുഴുവൻ ആ വീട്ടിലായിരുന്നു. ഇതൊരു വാടക വീടാണ്. കാരണം ഇവിടെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് തട്ടി വീണ് കഴിഞ്ഞാൽ ഹൗസ് ഓണർ എന്താ അതിവിടെ അങ്ങനെ വാടക താമസിക്കാൻ അങ്ങനെ പറ്റില്ല. രാത്രിയിലെ സഖാവൊന്ന് പിന്നെ ഒരു ഹാർമോണി വെച്ച് ഞങ്ങൾക്ക് തുറങ്ങണ്ടേ, നിങ്ങളിങ്ങനെ വിപ്ലവനം പഠിക്കുന്നത് എങ്ങനെയാ? അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യമില്ല. ആ വീട്ടിലെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഇയാളുടെ ലെൻസ് നീട്ടുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. ആ വീട് വാങ്ങിയതാണോ, മറ്റേ NRI കാരൻ വിറ്റതാണോ, കുറേ ലീസിന് കൊടുത്തതാണോ, കുറച്ച് കാലത്തേക്ക് വാടക എടുത്താണോ അറിയില്ല. കെയർ ടേക്കർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. അവിടെ ഒരു അച്ഛനും മകളും താമസിക്കാൻ കയറി. സുന്ദരിയായൊരു മകൾ, ഒരു വളരെ സുന്ദരിയായൊരു മകൾ, ഒരു അല്പം ഇരുണ്ട്, അധികം പ്രൊഫൈലോ വളരെ ഗ്ലാമറസ് അല്ലാത്തൊരു അച്ഛനും. അയാൾ നാട്ടിലെല്ലാ ചായക്കടയിലും എല്ലാം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇവനെ കാണുന്നുണ്ട്, ഫോട്ടോ എടുക്കാൻ ഈ മകളുമായിട്ട് ഇയാളുടെ സ്റ്റുഡിയോയിൽ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്.
ഇത് ആദ്യം ആലോചിക്കും, ഒരു അച്ഛനും മോളും ഒക്കെ താമസിക്കുന്നതല്ലേ, നമ്മൾ ക്യാമറ ലെൻസ് അങ്ങോട്ട് നീട്ടുന്നത് മോശമല്ലേ? പക്ഷെ ഇയാളുടെ ഈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ശീലത്തിനെ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അയാളത് ആവർത്തിക്കും. അപ്പോൾ അയാൾ കാണുന്നത് അച്ഛന് കഞ്ഞി വിളമ്പി കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അയാളുടെ ആ ആണിയിൽ നസീറിൻ്റെ പടം, സത്യൻ മാഷിൻ്റെ പടം ഒക്കെ ഇടുക. ഇത് സത്യൻ്റെ മോളോ കുടുംബമാണ്, നസീറിൻ്റെ കുടുംബമാണ്, എന്തേത്? ഒരു ഐഡിയ ഇല്ല. ഞാൻ പതുക്കെ പതുക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതൊരു പക്ഷേ സിനിമയുടെ പല ഘട്ടങ്ങളിലൂടെ ആയിരിക്കും ഇയാൾക്കത് മനസ്സിലാവുന്നത്. ഒരു പഴയകാല സംവിധായകനാണ്, അല്ലെങ്കിൽ ശാരംഗവാണിയെ പോലെ ഒരു തിരക്കഥാകൃത്താണ്, ശശികുമാർ സാറിനെ പോലെ ഇന്ന് പബ്ലിക്കിൽ ഇറങ്ങിയാൽ ആർക്കും അറിയാത്ത, ആരും തിരിച്ചറിയാത്ത ഒരു സംവിധായകനാണ്. അവർ ചെന്നൈയിൽ നിന്ന് കുടമ്പക്കത്ത് നിന്നിട്ട് വന്നതാണ്. ഇയാളുടെ ഏതൊക്കെയോ പേരുകൾ ഇവിടെ ഈ നാട്ടിലുണ്ട്. ഇനി അതിലേക്ക് പോയാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ഒരു ഭാര്യയുണ്ടായ മകളാണ്, ചെന്നൈയിലാണ്. എന്തോ ഒരു ആവശ്യം പ്രമാണിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അവർ വേരുകൾ തേടി അവരുടെ പഴയ ലാവണത്തിലേക്ക് ഈ പെൺകുട്ടിയായിട്ട് നിൽക്കുകയാണ്. അവൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇത് ജീവിതത്തിൽ സംവിധാനം ചെയ്യാൻ കഴിയാതെ പോയാൽ, ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, ജീവിതത്തിൽ സംവിധാനം ചെയ്യാൻ പറ്റാതെ പോയ അപകടങ്ങളെ തരണം ചെയ്യാൻ സ്വന്തം മകളെ സംവിധാനം ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ മകൾ അച്ഛനെ സംവിധാനം ചെയ്യുകയാണ്. ആക്ച്വലി ആ സംവിധാനം ചെയ്യൽ എന്ന് പറയുന്നത് അച്ഛൻ്റെ കീഴടങ്ങളല്ല, അവൾക്ക് നിന്നുകൊടുക്കലാണ് അച്ഛൻ്റെ അവളുടെ മേലുള്ള സംവിധാന പ്രക്രിയ. രാത്രി അവിടെ കഞ്ഞി വിളമ്പും, ഇത് കുടിക്കും, അച്ഛൻ്റെ ഇഷ്ടം ഇതാണ്. ഇവിടെ ഒരു ചെറിയ സ്കൂട്ടറിൽ അച്ഛനുമായിട്ട് യാത്ര ചെയ്യും. ഒരു ബാറ് കാണുമ്പം അച്ഛനോട് അടിക്കണോ, ഞാൻ വെയിറ്റ് ചെയ്യാം, അവിടെ നിൽക്കുന്നു. ബാറില്ല, കൈന്തരിയിലോ കുട്ടനാട്ട് അവിടെ കളിഷാപ്പ്. അച്ഛൻ പോയി 2 അന്തി കഴിച്ചിട്ട് വരുന്നു. അന്തി കഴിച്ചോ, കയറിക്കോ, ഇടയ്ക്ക് എന്ത് 2 ചുളം വിളിച്ച് പോയി 2 മൂന്നുമാരെ, കുഴപ്പമില്ല, ഞാൻ പട്ടീനെ കുളിച്ച് ഓടിച്ചു. ഇതൊക്കെ വളരെ രസമായിട്ട് ഈ അച്ഛനും മോളും ഇതൊക്കെ ഇയാൾ കാണുന്നുണ്ട് പല സ്ഥലത്തും. നമ്മുടെ ലെനിൻ കാണുന്നുണ്ട്. ലെനിൻ അവിടെ പിന്നെ പിന്നെ നോക്കി വരുമ്പോൾ ഒരു മുറിയിൽ അച്ഛന് ഗുളികയെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞിട്ട് അടുത്ത മുറിയിലേക്ക് ലെൻസ് മാറുമ്പോൾ ആ മുറിയിൽ അവൾ കരയാണ്. ഇവിടെ നിന്നെ കരയുന്നേ, എന്തോ പ്രോബ്ലം ഉണ്ടാകും വീട്ടിൽ എന്നാണ് അയാൾ മനസ്സിലാക്കുന്നത്. ഇപ്പുറത്തെ മുറിയിലേക്ക് പാൻ ചെയ്യുമ്പോൾ അച്ഛൻ ഫിറ്റിൽ നസീറിൻ്റെ ഫോട്ടോയോട് സംസാരിക്കുക. ഏയ് നസീർ, സത്യൻ സാറേ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം എന്തോ പറയുന്നത്. അപ്പോൾ സത്യൻ സാറിൻ്റെ വോയിസ് ഓവറിൽ അല്ലെങ്കിൽ നസീറിൻ്റെ വോയിസ് ഓവറിൽ മറുപടി, ഏയ് രാഘവ, നിങ്ങൾ എൻ്റെ കുറേ പടം ചെയ്ത ആളല്ലേ, എന്താ പ്രശ്നം നിങ്ങൾക്കിപ്പോൾ? അല്ല ഞാൻ കുട്ടനാട് മനോഹരമായൊരു സ്ഥലമല്ലേ. ഇയാൾ അങ്ങനെ ഒരു 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 അലാസുനേഷനിൽ നിൽക്കുകയും ചെയ്യും. ഇത് ഇവിടെ നിന്നിട്ട് ക്യാമറ വെച്ചിട്ട് ലെൻസ് സൂം ചെയ്ത് നോക്കുന്ന ലെനിന് മനസ്സിലാവുന്നില്ല. ലെനിൻ കാണുന്നത് ആരോടോ എന്തോ പറഞ്ഞാൽ ഭ്രാന്താണെന്നാണ് ലെനിന് മനസ്സിലാക്കുന്നത്. ഇപ്പുറത്തെ മുകളിൽ പെൺകുട്ടി കരയുന്നതാണ് ലെൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ലെൻ്റെ കാഴ്ചപ്പാടിൽ ലെനിൻ കാണും. എന്തോ പ്രോബ്ലം ഉണ്ട് എൻ്റെ വീട്ടിൽ. അവിടെ ഈ ആ രാത്രിയിലും അത് മാങ്ങ പൂത്ത കാലമാണെങ്കിൽ ഇയാൾ ആ രാത്രിയും മതിലയാടി മാങ്ങ പറിക്കാൻ കയറും. അന്ന് കള്ളാന്ന് പിടിക്കപ്പെടാം. ഇതൊക്കെ ഇയാളുടെ പഴയ നൊസ്റ്റാൾജികൾ ഇപ്പോഴും അയാൾ ആ വീട്ടിൽ ആഹ്ലാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. പതുക്കെ പതുക്കെ ആ വീട്ടിൽ കയറുക എന്നുള്ളതാണ് ലെനിൻ്റെ ഒരു മോഹം. അങ്ങനെ ഇയാളുമായിട്ട് അടുപ്പുണ്ടാക്കുന്നു, അവളുമായിട്ടും ഒരടുപ്പുണ്ടാക്കുന്നു. പക്ഷെ അവൾ രാത്രി കരഞ്ഞെന്നോ ഈ അച്ഛനുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നോ ഒന്നും വ്യക്തമാക്കുകയില്ല. അത് ഇയാൾക്കല്ലേ അറിയത്തില്ല, അവൾക്കറിയില്ലല്ലോ. വളരെ സന്തോഷമായിട്ട് അവരത് എൻജോയ് ചെയ്യുന്നു. പതുക്കെ പതുക്കെ ഇവരൊരു സൗഹൃദം ഉണ്ടാകുന്നു. ഈ സൗഹൃദത്തിന് പ്രണയമാണെന്ന് ലെനിൻ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പക്ഷെ അവൾക്ക് പ്രണയമായിരുന്നില്ല. പതുക്കെ അയാൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചെന്നൈയിലോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ ആഘോഷിക്കപ്പെട്ട ചാനൽ പത്രം ആഘോഷിക്കപ്പെട്ട ഒരു പീഡന കഥയിലെ പെൺകുട്ടിയാണ് ഈ വന്നിരിക്കുന്ന പെൺകുട്ടി. അതുകൊണ്ടാണ് പണ്ടേ മലയാള സിനിമ സംവിധായകനായാൽ അവരോട് സെറ്റിൽ ചെയ്തിട്ട് ഒക്കെ നശിച്ച് കുട്ടി ഇങ്ങനെ ആയി കഴിയുമ്പോൾ നാട്ടിലേക്ക് പറിച്ചിടുകയാണ് മകളെ ഒന്ന് മാനസികമായി ശുദ്ധീകരിക്കാൻ. അത് തിരിച്ചറിയാതിരിക്കുന്നതാണ്
നായക കഥാപാത്രത്തിൻ്റെ ഒരു ഗതികേട്. ഇത് തിരിച്ചറിയുന്ന സമയത്ത് അയാൾക്കുണ്ടാകുന്ന ഒരു മനോധയുണ്ട്. അപ്പോഴത്തേക്ക് അയാൾ അവളെ വല്ലാതെ പ്രണയിച്ചു കഴിഞ്ഞു. അവളുടെ ഉള്ളിലും ചെറിയ പ്രണയം ഒരു പക്ഷേ ഉണ്ടാവാം. അത് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യില്ല, കാരണം അവൾക്ക് പറ്റില്ല. അവള് ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി, അവളൊരു മാനസിക രോഗ വിദഗ്ധൻ അവളെ ചികിത്സിക്കുന്നുണ്ട്, അവൾ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ അച്ഛന് മരുന്ന് കൊടുക്കുന്നത്, അച്ഛനെ കള്ളൊടിക്കാൻ സഹായിച്ചു കൊടുക്കുന്നത്, അച്ഛൻ രാത്രി അവൾ ഉറങ്ങി കഴിയുമ്പോൾ പുതച്ചു കൊടുക്കുന്നത്, തടയി കൊടുക്കുന്നത്. പക്ഷെ ഈ പ്രണയം കൂടി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇത് ഇനി ലോ അറിയരുത്, കുട്ടനാട് അറിയരുത്. കുട്ടനാട് ഇയാൾ പണ്ട് ക്യാമറ വെച്ച് വള്ളത്തിൽ പിന്നെ വരനെയും വധുവിനെയും വെച്ചിട്ട് കല്യാണങ്ങൾ എടുക്കുന്ന പോലെ കല്യാണം കഴിക്കണമെന്നാണ് ഇയാളുടെയും ഒരു മോഹം. അയാൾ ഇവളുമായി ചേർന്നതിന് എത്രയോ സ്വപ്നം കണ്ടിരിക്കുന്നു. അതാണ് അയാളുടെ മോഹം. ഈ ബന്ധത്തിൻ്റെ അടുത്ത ഒരു ക്ലൈമാക്സ് ആണ് സിനിമയുടെ എൻഡ്. താങ്ക്സ്.